ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് നമ്മൾ PMAയുടെ 5ാമത്തെ ക്ലാസ്സാണ്. വീണ്ടും നമ്മൾ സമ്മേഷൻ ടൈപ്പ് പ്രോബ്ലംസ് തന്നെയാണ് സോൾവ് ചെയ്യുന്നത്. തന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ, 1 into 2 plus 2 into 3 plus 3 into 4 plus etc. n multiplied by n plus 1 is equal to n into n plus 1 into n plus 2 divided by 3 for every n belongs to n. 5ാമത്തെ ക്വസ്റ്റ്യൻ, 1 into plus 2 into 3 plus 3 into 4 plus etc. n into n plus 1 is equal to n into n plus 1 into n plus 2 divided by 3. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് P of n എന്ന് അസ്യൂം ചെയ്യാം. Let P of n be this statement. Next step എന്താണ്? We prove this statement for n is equal to 1. When n is equal to 1, when n is equal to 1, P of n gives. ഓർമ്മയുണ്ടല്ലോ, സമ്മേഷൻ ടൈപ്പിൽ n equal to 1 ആകുമ്പോൾ LHS ആദ്യത്തെ ടേം മാത്രമായിട്ട് ചുരുങ്ങും. അതായത് 1 into 2 ആണ്. 1 into 2 is equal to റൈറ്റ് സൈഡ് എല്ലാ എന്നും നമ്മൾ 1 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് 1 multiplied by 1 plus 1 multiplied by 1 plus 2 divided by 3. That is 1 into 2 is 2 is equal to 1 multiplied by 1 plus 1 2 multiplied by 1 plus 2 3 divided by 3. ഈ 3 ഈ 3 ആയിട്ട് ക്യാൻസൽ ചെയ്തു പോകും. ബാക്കിയുള്ളത് 2 is equal to 1 into 2. അപ്പോൾ അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അവിടെ എഴുതുക വിച്ച് ഈസ് ട്രൂ. It is true. That is, this statement is true when n is equal to 1. അല്ലെങ്കിൽ ചുരുക്കിയിട്ട് എന്ന് പറയാം, P of 1 is true എന്ന് പറയാം. P of 1 is true. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ അസംഷൻ ആണ്. We assume that this statement is true for some natural number k. എന്ന് വെച്ചാൽ we assume that P of k is true. Next, now we assume that P of k is true. ഇതാണ് നമ്മുടെ അസംഷൻ. ഇനി ഈ അസംഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണ്? P of k എഴുതണം. that is we assume that 1 into 2 plus 2 into 3 plus etc. ആദ്യത്തെ 3 ടേംസും എഴുതണം എന്ന് നിർബന്ധമില്ല. ആദ്യത്തെ 2 ടേംസ് എഴുതിയാൽ മതി, എക്സെട്ര. ഇനി ലാസ്റ്റ് ടൈം എന്താണ് ചെയ്യേണ്ടത്? എല്ലാവരും കെ ആക്കി സബ്സ്റ്റിറ്റ്യൂട്ട് കെയിലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ n ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളത് k ഇൻറ്റു k പ്ലസ് 1 ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡും അതേപോലെ എല്ലാവരും k ആക്കി മാറ്റും. അപ്പോൾ k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3. ഇക്വേഷൻ നമ്പർ 1. നമ്മുടെ അസംഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതി അത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? P of k plus 1 പ്രൂവ് ചെയ്യണം.
now we prove that now we prove that P of k plus 1 is true. That is, we prove that P of k plus 1 നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് P of k plus 1. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോം വീണ്ടും നമ്മൾ ഈ P of n ഉപയോഗിച്ചുകൊണ്ട് എഴുതണം. എങ്ങനെ എഴുതുന്നത് ഓർമ്മയുണ്ടല്ലോ? എല്ലാ എന്നും k plus 1 ആക്കി മാറ്റി എഴുതാം, k plus 1ലേക്ക് മാറ്റി എഴുതാം. അപ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് വി പ്രൂവ് ദാറ്റ് 1 into 2 plus 2 into 3 plus etc. plus n. എല്ലാ എന്നും k plus 1ലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് k plus 1 into k plus 1 plus 1. K plus 1 into k plus 1 plus 1 is equal to right side k plus 1 into next term k plus 1 plus 1, k plus 1 plus 1 into last factor n plus 2 എന്നാണ്. അപ്പോൾ n k plus 1 ആകുമ്പോൾ ഇത് k plus 1 plus 2 divided by 3, that is equal to, ഇതിനെ ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യുമ്പോൾ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ k plus 1 into k plus 1 plus 1 is k plus 2 into k plus 1 plus 2 is k plus 3 divided by 3. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി പ്രൂവ് ചെയ്യുമ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടേണ്ടുന്ന എക്സ്പ്രഷൻ. k plus 1 into k plus 2 into k plus 3 all divided by 3. Okay. അപ്പോൾ നമ്മൾ ഇതിൻ്റെ LHS തുടങ്ങുകയാണ്. LHS equal to, for proving this എന്ന് എഴുതണം. For proving this LHS is equal to 1 into 2 plus 2 into 3 plus etc. plus k plus 1 into k plus 1 plus 1. നമ്മൾ സാധാരണ എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അവസാന ടേമിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ടേമും കൂടെ ഇതിൽ കാണിച്ചു എഴുതണം. അങ്ങനെ എഴുതുമ്പോൾ ഈക്വൽ ടു 1 into 2 plus 2 into 3 plus etc. plus ലാസ്റ്റ് ടേം k plus 1 into k plus 1 plus 1 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് പുറകിൽ ഉണ്ടാവുക, അതിലേക്ക് ഒന്ന് കുറച്ചിട്ട് എഴുതാം. അപ്പോൾ k plus 1 ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ k മൾട്ടിപ്ലൈഡ് ബൈ k, വീണ്ടും ഈ k plus 1 കുറച്ച് കഴിഞ്ഞാൽ k plus 1 പ്ലസ് ഇനി ലാസ്റ്റ് k plus 1 into k plus 1 plus 1. അതിനുശേഷം ഫസ്റ്റ് ടേം മുതൽ ലാസ്റ്റ് ടേമിൻ്റെ തൊട്ട് പുറകിലുള്ള ടേംസ് ഒരുമിച്ച് ബ്രാക്കറ്റ് ചെയ്ത് കാണിക്കണം. ദാറ്റ്സ് ഈക്വൽ ടു ഇങ്ങനെ. ഇനി ഈ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്ന അത്രയും സീരീസിൻ്റെ വാല്യൂ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1-ലുണ്ട്. 1 into plus 2 into 3 etc. k into k plus 1 ഇതവിടെയുണ്ട്. 1 into plus 2 into 3 plus etc. plus k into k plus 1 is equal to എന്താണ്?
k into k plus 1 into k plus 2 divided by 3 ആണ്. അപ്പോൾ ഇതിന് പകരം ഈ വാല്യൂ കൊടുക്കാം. ദാറ്റ് ഈസ് k into k plus 1 into k plus 2 divided by 3. ഇതിൻ്റെ മൊത്തം വാല്യൂ ആണ് ഈ കാണുന്നത്. പ്ലസ് k plus 1 into k plus 1 plus 1 അത് k plus 2 എന്ന് ചുരുക്കി എഴുതാം. k plus 1 into k plus 1 plus 1 is k plus 2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു. അപ്പോൾ നോക്കാം, ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇത് വേണമെങ്കിൽ ഇവിടെ ബൈ 1 എന്ന് എഴുതി വെച്ചാൽ നല്ലതാണ്. ബൈ 1 1ലാണ് ഈ സീരീസിൻ്റെ വാല്യൂ. ഇങ്ങനെയാണ് ഇന്ന് കിട്ടുന്നത്. ഇക്വേഷൻ നമ്പർ 1 എന്നതാണ്. അതവിടെ നോട്ട് ചെയ്യാം. ഇനി നോക്കാം, ഈ ഫസ്റ്റ് ടേമിലും സെക്കൻഡ് ടേമിലെയും കോമൺ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? k plus 1 രണ്ടിലെയും ഫാക്ടേഴ്സ് ആണ്. അതുപോലെ k plus 2 രണ്ടിലെയും ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ k plus 1 into k plus 2 എന്നുള്ളതാണ് ഇതിലെ കോമൺ ഫാക്ടേഴ്സ്. അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ k plus 1 into k plus 2 കോമൺ ഫാക്ടർ കഴിഞ്ഞു. അത് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ഫസ്റ്റ് ടേമിൽ എന്തൊക്കെയാണ് ബാക്കിയുള്ളത്? k ഡിവൈഡഡ് ബൈ 3. അപ്പോൾ k ഡിവൈഡഡ് ബൈ 3 ആണ് ഫസ്റ്റ് ടേമിൽ ഇനി ബാക്കിയുള്ള ഫാക്ടേഴ്സ്. അതേപോലെ സെക്കൻഡ് ടേമിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ നോക്കുക. k plus 1 നമ്മൾ എടുത്തു കഴിഞ്ഞു. k plus 2 കോമൺ ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടേംസ് ഒന്നും കാണാനില്ല, ഫാക്ടേഴ്സ് ഒന്നും കാണാനില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കാണിച്ചതാണ്. എല്ലാ ഫാക്ടേഴ്സും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ബാക്കി ഉണ്ടാവുക 1 ആണ്. അപ്പോൾ k by 3 plus 1. That's equal to k plus 1 into k plus 2 into ഇതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഈസ് k plus 3 into 1 is 3 all divided by 3. ഇനി നമുക്ക് എന്തായിരുന്നു കിട്ടേണ്ടത്? നമ്മൾ നേരത്തെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ടത് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. k plus 1 into k plus 2 into k plus 3 all divided by 3. ഇതാണ് നമുക്ക് നേരത്തെ കിട്ടേണ്ട എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നോക്കാം. k plus 1 into k plus 2 അതുകൊണ്ട് into k plus 3 അതുകൊണ്ട് all divided by 3. പക്ഷേ എക്സാക്ട്ലി ഈ ഫോമിലല്ല എന്നേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പും കൂടി എടുത്തിട്ട് ഇതേ ഫോമിലേക്ക് ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു k plus 1 into k plus 2 into k plus 3. ഈ ഡിവൈഡ് ബൈ 3 വെച്ചാൽ ഇതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 3 ഇവിടെ എഴുതുന്നതും ഇങ്ങനെ എഴുതുന്നതൊക്കെ ഒരേ മീനിങ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്ന ആദ്യത്തെ ഇതാണ് നമ്മൾ നേരത്തെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ ടു r എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്ന് പ്രൂവ് ചെയ്തു. p of k plus 1 is true എന്ന് പ്രൂവ് ചെയ്തു. ദാറ്റ് ഈസ് p of k plus 1 is true. That is p of k implies p of k is true implies p of k plus 1 is also true. The statement number 2.
P of k is true implies P of k plus 1 is also true. ഇനി നമ്മൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴൊക്കെ k എന്നുള്ള നമ്പർ ശരിയാണോ അപ്പോഴൊക്കെ അതിൻ്റെ തൊട്ട് അപ്പുറത്തിരിക്കുന്ന നമ്പറായിട്ടുള്ള k പ്ലസ് 1 ഇത് ശരിയാണ് എന്ന് അർത്ഥം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആദ്യമേ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള P of 1 നോക്കാം. ബട്ട് P of 1 ഈസ് ട്രൂ. P of 1 ശരിയാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പ്രകാരം കെക്ക് ശരിയാകുമ്പോൾ k പ്ലസ് 1 ശരിയാവുന്നത് കൊണ്ട് 1 ശരിയാവുന്നത് കൊണ്ട് 1 പ്ലസ് 1 ശരിയാവും. അതായത് 1 പ്ലസ് 1 എന്ന് വെച്ചാൽ 2 ആണ്. അങ്ങനെ P of 2 ശരിയാവും. P of 2 ശരിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇത് ഒന്നുകൂടി അപ്ലൈ ചെയ്യും. k ശരിയാകുമ്പോൾ k പ്ലസ് 1 ശരിയാവുന്നത് കൊണ്ട് 2 ശരിയാകുമ്പോൾ 2 പ്ലസ് 1 അതായത് 3 ശരിയാണ് എന്ന് വെച്ചാൽ P of 3 ശരിയാവും. P of 3 ശരിയാകുമ്പോൾ വീണ്ടും ഒന്നുകൂടി അപ്ലൈ ചെയ്താൽ P of 4 ശരിയാവും. അങ്ങനെ P of 4 P of 5 എന്ന് പറഞ്ഞിട്ട് അത് ഇൻഫിനിറ്റി വരെ എത്ര എണ്ണസംഖ്യകളുണ്ടോ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ അത്രയും നമ്പേഴ്സിനൊക്കെ ഇത് ശരിയാണെന്ന് വരും. അതായത് നമ്മളതിൻ്റെ എസെൻസ് മാത്രം എഴുതിയാൽ മതി. ദെൻ 2 gives P of n is true for n equal to 1, 2, 3, etc. n equal to n 1, 2, 3, etc. എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഫോർ എവറി n ആ സിമ്പിൾ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഫോർ എവറി n ബിലോങ്സ് ടു n എന്നും വേണമെങ്കിൽ എഴുതാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. ക്വസ്റ്റ്യൻ നമ്പർ 6 ഇതിൻ്റെ ഈ ഇപ്പം ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഒരു റെസിപ്രോക്കൽ ഫോമിലാണ് തന്നിരിക്കുന്നത്. 6 prove that 1 divided by 1 into 2 plus 1 divided by 2 into 3 1 divided by 3 into 4 plus etc. n 1 divided by n into n plus 1 is equal to n divided by n plus 1 for every n belongs to n. Question number 6. First step, let P of n be this given statement. Next step, prove P of 1. That is when n is equal to 1. When n is equal to 1, P of n becomes LHS first term ആയിട്ട് മാറും. 1 divided by 1 and 2 is equal to right side n ഒക്കെ 1 ആക്കി മാറ്റാം. അപ്പോൾ n by n plus 1 എന്നുള്ളത് 1 by 1 plus 1, that is 1 by 1 and 2 is 2 equal to 1 by 1 plus 1, that's again 2. 1 by 2 equal to 1 by 2 എന്നാണ് കിട്ടുന്നത്. That's a true statement which is true. That is P of 1 is true. P of 1 is സിമ്പിൾ ആണ്. P of 1 പ്രൂവ് എന്നുള്ളത് എല്ലാ പ്രവർത്തനവും ഒരു സിമ്പിൾ സ്റ്റെപ്പാണ്. നെക്സ്റ്റ് നമ്മൾ അസംഷൻ എന്താണ്? അസംഷൻ P of k is true. Now assume that P of
k is true. That is, let p of k എഴുതാനുള്ള വഴി ഈ സ്റ്റേറ്റ്മെന്റിൽ എവിടെയൊക്കെ n ഉണ്ടോ അതൊക്കെ k എന്ന് മാറ്റി എഴുതണം. That is, let 1 by 1 into plus 1 by 2 into 3 plus etc. 1 by k multiplied by k plus 1 is equal to k divided by k plus 1. That's equation number 1. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പി ഓഫ് കെയുടെ മാത്തമാറ്റിക്കൽ ഫോം എഴുതി അത് ഉപയോഗിച്ചുകൊണ്ട് നെക്സ്റ്റ് നമ്പർ കെ പ്ലസ് 1 ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ഓൾസോ ട്രൂ. Now we prove that P of k plus 1 is also true. That is, we prove that. എന്താണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിർബന്ധമായിട്ടും എഴുതി വെക്കണം. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1ൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എങ്ങനെയിരിക്കും എന്ന് എഴുതി വെക്കണം എന്നാണ്. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് that is, we prove that 1 divided by 1 into plus 1 divided by 2 into 3 plus etc. എങ്ങനെയാണ് പി ഓഫ് കെ പ്ലസ് 1ൻ്റെ മാത്തമാറ്റിക്കൽ ഫോം എഴുതുന്നത്? എളുപ്പം എഴുതുന്നതാണ്. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എവിടെയൊക്കെ നിങ്ങൾ n കാണുന്നുണ്ടോ അതൊക്കെ കെ പ്ലസ് 1 എന്ന് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ എക്സെട്ര ലാസ്റ്റ് ടേം 1 ഡിവൈഡ് ബൈ n ഇൻറ്റു എന്നുള്ളത് കെ പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 എന്നുള്ളത് കെ പ്ലസ് 1 പ്ലസ് 1 റൈറ്റ് സൈഡ് n, that is k പ്ലസ് 1 ഡിവൈഡ് ബൈ n പ്ലസ് 1, that is k പ്ലസ് 1 പ്ലസ് 1. അതായത് എപ്പോഴും ഈ പ്രൂവ് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ RHS ചെറുതായിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ നല്ലതാണ്. എന്നാലും നമുക്ക് അവസാനം അത് പ്രൂവ് ചെയ്യുമ്പോൾ അതിനോട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് സിംപ്ലിഫൈ ചെയ്യാം. മേലൊന്നും ചെയ്യാനില്ല. കെ പ്ലസ് 1 തന്നെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1 ഈസ് കെ പ്ലസ് 2. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടേണ്ട സാധനം. ഓക്കെ, അപ്പോൾ നമ്മളതിനു വേണ്ടി അത് ഇവിടെ തുടങ്ങണം. ഇതിൻ്റെ LHSൽ തുടങ്ങിയിട്ട് അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് അവസാനം കിട്ടേണ്ടത് കെ പ്ലസ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 2 എന്നുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ LHS തുടങ്ങി നോക്കുക. പ്രൂവ് ചെയ്യാണ്. ഫോർ പ്രൂവിങ് ദിസ്, ഫോർ പ്രൂവിങ് ദിസ് LHS equal to 1 divided by 1 into plus 1 divided by 2 into 3 plus etc. plus 1 divided by k plus 1 into 1 divided by k plus 1 into k plus 1 plus 1 എന്നാണ്. അത് ഈ ഫാക്ടർ ഇങ്ങനെ തന്നെ എഴുതുന്നില്ല, അത് അവിടെ തന്നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. എങ്ങനെ? k plus 1 plus 1 എന്ന് വെച്ചാൽ എന്താണ്? k plus 2 ആണ്. അതിൽ വേണ്ട ഞാൻ തരുന്നോട്ടെ. k plus 1 plus 1. നമ്മൾ എന്ത് ചെയ്യും? എല്ലാ പ്രവർത്തനത്തെയും സിമിലർ സ്റ്റെപ്സ് ആണ്. ലാസ്റ്റ് ടേമിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു ടേം കൂടെ നമ്മൾ കാണിച്ചു തരും. ഈ ഡോട്ട്സിൻ്റെ അർത്ഥം ഇവിടെയൊക്കെ ടേംസ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിലും ഒരു ടേം ഉണ്ട്. ആ ടേം എന്താണ് നമ്മൾ കാണിച്ചു തരും. അത് കാണിക്കാനുള്ള വഴി നമുക്കറിയാം. എവിടെയൊക്കെ k plus 1 കാണുന്നുണ്ടോ അതൊക്കെ എന്ത് ചെയ്യണം? k എന്ന് മാറ്റി തരണം. അതായത് ഒന്ന് കുറച്ച് തരാം. അപ്പോൾ സീക്വൽ ടു 1 divided by 1 into plus 1 divided by 2 into 3 plus etc. 1 divided by k plus 1. എല്ലാ k plus 1ഉം k എന്ന് എഴുതിയാൽ ഇതിൻ്റെ തൊട്ട് പുറകിലെ ടേമായി. അപ്പോൾ 1 divided by ഈ k plus 1 പകരം k ആവും ഇൻറ്റു ഈ k plus 1 plus 1 പകരം k plus 1. അതായത് ഇതിലാകെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ രണ്ട് k plus 1ഉം k എന്ന് മാറ്റി. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലെ ടേം. അപ്പോൾ ഇത് k ആവും, ഇത് k plus 1 ആവും. k plus 1.
ഇനി ലാസ്റ്റ് ടേം ഇത് തന്നെ 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1. എന്നിട്ട് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം മുതൽ ഇവിടം വരെ ഒരുമിച്ച് ബ്രാക്കറ്റ് ചെയ്യണം. ആ ബ്രാക്കറ്റ് ചെയ്തിരിക്കുന്ന ടേംസിലെ അല്ലെങ്കിൽ ഈ സീരീസിൻ്റെ വാല്യൂ എപ്പോഴും ഇക്വേഷൻ നമ്പർ 1 കിട്ടും. ഇക്വേഷൻ നമ്പർ 1 കണ്ടോ? 1 ബൈ 1 ഇൻറ്റു പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1 ഇവിടം വരെ. അതിന് പകരം എന്ത് ചെയ്താൽ ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ഇത്രയും കാര്യം എന്തായി? കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 എന്ന് ചുരുങ്ങി വന്നു. പ്ലസ് ലാസ്റ്റ് ടേം ഇതാണ് 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 പ്ലസ് 1 ഈസ് കെ പ്ലസ് 2. അപ്പോൾ ഇത് കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 അത് നമ്മൾ എഴുതിയിരിക്കുന്നത് ബൈ 1 ആണ്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. 1 ബൈ 1 ഇൻറ്റു പ്ലസ് 1 ബൈ 2 ഇൻറ്റു 3 പ്ലസ് എക്സെട്ര 1 ബൈ കെ ഇൻറ്റു കെ പ്ലസ് 1. അതിന് പകരം എന്ത് എഴുതാം? കെ ബൈ കെ പ്ലസ് 1. നമ്മുടെ കാണുന്നത് അവിടെ ബൈ ഇക്വേഷൻ നമ്പർ 1 എന്ന് നോട്ട് നോക്കണം. ഇത് മായ്ക്കാതെ വെച്ചിരിക്കുന്നത് വെറുതെയല്ല, ഇതാണ് നമുക്ക് അവസാനം കിട്ടേണ്ടുന്ന എക്സ്പ്രഷൻ. അപ്പോൾ അതവിടെ നിന്നോട്ടെ, ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇതിലേക്ക് എത്തിക്കണം. നോക്കാം. കെ ബൈ കെ പ്ലസ് 1 പ്ലസ് 1 ബൈ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. അപ്പോൾ ആരാണ് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉള്ളത്? ഇതാണ് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ് ടേം. രണ്ടിലും കോമൺ ആയിട്ട് മേലെ ആരുമില്ല. ഇതിന് കെ ഇതിന് 1 ആണ്, കോമൺ ആയിട്ടൊന്നുമില്ല. പക്ഷെ താഴെ ഒരു കെ പ്ലസ് 1 രണ്ടിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് താഴെയാണ്, ഡിനോമിനേറ്ററിലാണ് ഈ കെ പ്ലസ് 1 എന്നുള്ള ഫാക്ടർ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോമൺ ഫാക്ടർ എടുക്കുമ്പോൾ 1 ബൈ കെ പ്ലസ് 1 താഴെ അതുകൊണ്ട് എങ്ങനെ വരും? 1 ബൈ കെ പ്ലസ് 1 എന്നാണ് ഇതിലെ കോമൺ ഫാക്ടർ വരുന്നത്. സോ ഇറ്റ് ഈസ് 1 ബൈ കെ പ്ലസ് 1 multiplied by 1 by k plus 1. അതായത് ഇതും കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞു. പിന്നെ ബാക്കി ഫസ്റ്റ് ടൈമിലേറെ ബാക്കിയുള്ളത് ഒരു കെ മാത്രം, ഇസ് കെ പ്ലസ് സെക്കൻഡ് ടൈമിൽ മുകളിലൊന്നുമില്ല 1 തന്നെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 നമ്മൾ എടുത്തു പോയി. പിന്നെ ഒരു കെ പ്ലസ് 2 ആണ് അവിടെ ബാക്കി ഉണ്ടാവുക. അപ്പോൾ 1 ഡിവൈഡ് ബൈ കെ പ്ലസ് 2 that's equal to 1 by k plus 1 into ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അറിയാലോ. അപ്പോൾ k മൾട്ടിപ്ലൈഡ് ബൈ k plus 2, k മൾട്ടിപ്ലൈഡ് ബൈ k plus 2 പ്ലസ് 1 all divided by k plus 2. k മൾട്ടിപ്ലൈഡ് ബൈ ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുന്നു k plus 2 പ്ലസ് 1 all divided by k plus 2. ഏതാ റോൾ വെച്ചിരിക്കുന്നത്? ഒരു ഹോൾ നമ്പർ a പ്ലസ് ഒരു ഫ്രാക്ഷൻ അല്ലെ, മേലെ 1 മാത്രം 1 ബൈ b. a പ്ലസ് 1 ബൈ b എന്ന സ്റ്റൈലാണ് ഉള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് ക്രോസ് ചെയ്യുമ്പം a ഇൻറ്റു b ഈസ് എ ബി പ്ലസ് 1 all divided by b എന്നാണ്. അപ്പോൾ ആ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നോക്കിയാൽ മതി, മനസ്സിലാവും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് 1 ബൈ കെ പ്ലസ് 1 മൾട്ടിപ്ലൈഡ് ബൈ ഈ കെ കൊണ്ട് ഈ ബ്രാക്കറ്റോട് മൾട്ടിപ്ലൈ ചെയ്യാം. കെ മൾട്ടിപ്ലൈഡ് ബൈ കെ ഈസ് കെ സ്ക്വയർ. കെ മൾട്ടിപ്ലൈഡ് ബൈ 2 ഈസ് 2k പ്ലസ് 1 ഒറ്റയ്ക്ക് നിൽക്കാണ് ഓഫ് 1 all divided by k plus 2. That is 1 by k plus 1 multiplied by k square plus 2k plus 1. ഇത് ഇപ്പോൾ ഉള്ളത് a square plus 2ab plus
ബി സ്ക്വയർ എന്നുള്ള ഫോമിലാണ്. 1ന് വേണമെങ്കിൽ 1 സ്ക്വയർ എന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ കാണുന്നത് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർഡാണ്. കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർഡിൽ കെ പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്താൽ ഫസ്റ്റ് ടേം കെ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ടേം 2ab, 2ab, അതായത് 2 into k into 1, that is 2k, plus b square, അതായത് 1 square is 1. റിവേഴ്സ് ആയിട്ട് വായിച്ചാൽ k square plus 2k plus 1 is equal to k plus 1 whole square ആണ്. അതായത് ഈ k square plus 2k plus 1 അതിന് പകരം ഇനി എന്ത് എഴുതാം? is k plus 1 whole square എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ k plus 2. അപ്പോൾ നോക്കാം, ഇതിൻ്റെ താഴെ ഒരു k plus 1 ഉണ്ട്, മേലെ ഒരു k plus 1 ഹോൾ സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ക്യാൻസലേഷൻ എടുത്താൽ അപ്പോൾ താഴത്തെ k plus 1 മുഴുവനായിട്ട് വെട്ടിപ്പോൾ മേലെ സ്ക്വയർ വിട്ട് കാണിച്ചു. എന്താണ് ഇതിൻ്റെ മീനിങ്? k plus 1 ഹോൾ സ്ക്വയറിൻ്റെ മീനിങ് എന്താണ്? k plus 1 ഇൻറ്റു k plus 1 എന്നാണ്. 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒരെണ്ണം വെട്ടിപ്പോവും. താഴത്തെ k plus 1 ആയിട്ട് ഒരെണ്ണം ക്യാൻസൽ ആയിപ്പോൾ ഒരു k plus 1 ബാക്കി നിൽക്കും. അത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? ഇത് ഈ സ്ക്വയർ മാത്രം വെട്ടിക്കളഞ്ഞാൽ മതി. സ്ക്വയർ മാത്രം വെട്ടിക്കളഞ്ഞ ഒരു k plus 1 ബാക്കി നിൽക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാൻസലേഷൻ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു k plus 1 ഡിവൈഡഡ് ബൈ k plus 2. k plus 1 ഡിവൈഡഡ് ബൈ k plus 2 നമുക്ക് വേണ്ട, അല്ല നമ്മൾ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച LHS k plus 1 divided by k plus 2 equal to RHS. Okay, that is P of k plus 1 is true. That is P of k implies P of k plus 1 that 2, but P of 1 is true. Then 2 gives P of n is true for every n belongs to n. ഈ ഭാഗത്ത് നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തു, എല്ലാവരും റെഡി ആയതാണ്. ഇവിടെ സ്പീഡ് പറഞ്ഞു പോയിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ 2 പ്രോബ്ലം നമ്മൾ കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാം. ഒരു ക്ലാസ്സും കൂടെ കൊണ്ട് സമ്മേഷൻ്റെ പ്രോബ്ലംസ് തീർക്കാമെന്നായിരിക്കുന്നു. പിന്നെ നമ്മൾ ഡിവിസിബിലിറ്റി ടൈപ്പും കമ്പാരിസൺ ടൈപ്പാണ്, അത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.